Dear students, organic chemistryയിലെ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്നുള്ള 12th ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓർഗാനിക് കോമ്പൗണ്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോമ്പൗണ്ട്സ് ആണ് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് എക്സെട്ര. ഈ 3 ഡിഫറെൻറ്റ് ഓർഗാനിക് കോമ്പൗണ്ടും ഒരു കാറ്റഗറിയിൽ വരാനുള്ളൊരു റീസൺ എന്തായിരിക്കാം? എങ്ങനെയാണ് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? ഈസ് അക്കോർഡിംഗ് ടു ദ ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലെ. ഓർഗാനിക് ഗ്രൂപ്പുകളുടെ ക്ലാസിഫിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് അവയുടെ ഫങ്ഷണൽ ഗ്രൂപ്പാണെന്നൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഈ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ബേസിസിൽ കാർബണൈൽ ഗ്രൂപ്പുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് നമ്മൾ പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ആ കോമ്പൗണ്ടുകളെ നമുക്ക് കാർബണൈൽ കോമ്പൗണ്ട്സ് എന്നും വിളിക്കാവുന്നതാണ്. കാർബണൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു കാർബണിന് 4 വാലൻസിയാണ്. അതിൽ 2 വാലൻസീസ് ആർ സാറ്റിസ്ഫൈഡ് ബൈ ഓക്സിജൻ. 2 വാലൻസിയിൽ എന്തിരിക്കണം? ഓക്സിജൻ ആയിരിക്കണം. ഈ 2 വാലൻസിയിൽ ഐദർ കാർബൺ ഓർ ഹൈഡ്രജൻ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഓരോ കോമ്പൗണ്ടുകൾ പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം. കാർബണൈൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ കാർബണിൻ്റെ 2 വാലൻസിയിൽ മസ്റ്റായിട്ട് എന്ത് വേണം? ഓക്സിജൻ ആറ്റമാണ് ഒക്യുപ്പൈ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകളെയാണ് എന്ത് വിളിക്കുന്നത്? കാർബണൈൽ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? നമ്മൾ പഠിക്കുന്ന ഈ ചാപ്റ്ററിൽ കാർബണൈൽ കോമ്പൗണ്ട്സ് ആണ് പഠിക്കുന്നത്. കാർബണൈൽ കോമ്പൗണ്ട്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാറ്റഗറിയായ ആൽഡിഹൈഡ്സിൽ എങ്ങനെയാണ് അതിൻ്റെ ബോണ്ടിങ് എന്ന് നോക്കൂ. CO എന്ന് പറയുന്ന കാർബണൈൽ ബോണ്ടിൽ അടുത്ത 2 വാലൻസികൾ വേക്കൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഈ 2 വാലൻസിയിൽ ഒരു വാലൻസിയിൽ ഹൈഡ്രജനും ഒരു വാലൻസിയിൽ കാർബണും വരും. The one valency is satisfied by hydrogen and the second valency by carbon. നോക്കൂ, ഒരു എക്സാമ്പിൾ ആയിട്ട് CH3CHO. CH3CHO എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയ ഒരു ആൽഡിഹൈഡാണ്. അസെറ്റാൽഡിഹൈഡ് എന്നാണ് വിളിക്കുക. CH3CHO എന്ന് പറയുന്ന അസെറ്റാൽഡിഹൈഡ്. അതിൻ്റെ എങ്ങനെയാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എഴുതുക എന്നാണ് ഞാൻ ഇവിടെ എഴുതിയത്. CO എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിൽ ഒരു വാലൻസിയിലേക്ക് ഹൈഡ്രജനും അടുത്ത വാലൻസിയിലേക്ക് കാർബണും വന്നു. ഇതിങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. C ആണ് ഇവിടെ ബോണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു വാലൻസിയിലേക്ക് കാർബൺ, ഒരു വാലൻസിയിലേക്ക് ഹൈഡ്രജൻ, ബാക്കിയുള്ള 2 വാലൻസിയിലേക്ക് എന്ത് വന്നു? ഓക്സിജനാണ് വരുന്നത്. ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകളെ നമുക്ക് എന്ത് വിളിക്കാം? ആൽഡിഹൈഡ്സ് എന്ന് വിളിക്കാം. അതിലൊരു എക്സെപ്ഷൻ മാത്രം പറഞ്ഞു. ഫോർമാൽഡിഹൈഡ് ഫസ്റ്റ് മെമ്പർ HCHO എന്ന് പറയുന്ന ഫോർമാൽഡിഹൈഡ് ആണെങ്കിൽ ആ ഫോർമാൽഡിഹൈഡിൽ 2 വാലൻസിയിലും എന്ത് തന്നെയാണ് വരുന്നത്? ഹൈഡ്രജൻ ആണ് വരുന്നത് അല്ലേ. CO കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള 2 എന്താണ്? 2 ഹൈഡ്രജൻ ആറ്റംസ് ആണ്. ബാക്കിയുള്ള ആൽഡിഹൈഡ്സിലെല്ലാം ഒരു വാലൻസിയിൽ കാർബണും ഒരു വാലൻസിയിൽ ഹൈഡ്രജനുമാണ്. അപ്പം ഈ ഒരു ഗ്രൂപ്പിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പായിട്ട്. അപ്പോൾ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പായിട്ട് നിങ്ങൾ എങ്ങനെ പറയും? CHO എന്നുള്ളതായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും. CO എന്ന് പറയുന്ന കാർബണൈൽ ഗ്രൂപ്പിലേക്ക് അടുത്തൊരു ബോണ്ടിലേക്ക് വന്ന ഹൈഡ്രജനും കൂടെ ചേർത്ത് CHO എന്ന് നമുക്ക് ഒരു ആൽഡിഹൈഡിനെ വേഗം ഒബ്സർവ് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. എന്ത് ഗ്രൂപ്പ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. CHO ഗ്രൂപ്പ് ഉണ്ടോ എന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാനിവിടെ എഴുതിയത് CH3CHO എന്ന് പറയുന്ന അസെറ്റാൽഡിഹൈഡാണ്. കോമൺ നെയിമാണ് CH3CHO എന്ന് പറയുന്ന അസെറ്റാൽഡിഹൈഡ്. ആ അസെറ്റാൽഡിഹൈഡിൻ്റെ സ്ട്രക്ചർ വൈസിൽ നമുക്കിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇറ്റ് ഈസ് ക്ലിയർ the one valency is satisfied by carbon and 1 valency by hydrogen and the other 2 valency by 2 oxygen atom. ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി വാട്ട് അബൌട്ട് ദ കീറ്റോൺസ്? ആൽഡിഹൈഡ്സിൻ്റെ കൂടെ തന്നെ നമുക്ക് കീറ്റോൺസിനെയും കൂടി നോക്കിയാൽ കീറ്റോൺസിൻ്റെ പ്രത്യേകത എന്താ നോക്കൂ. CO എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ഇൻ കീറ്റോൺ അല്ലേ. CO എന്ന് പറയുന്ന കാർബണൈൽ ഗ്രൂപ്പ് എന്തിലും സെയിം ആണ്, കീറ്റോണിലും സെയിം തന്നെയാണ്. പക്ഷേ the 2 valencies are satisfied by 2 carbon atoms. 2 വാലൻസിയിലും എന്തെന്നെ വരണം? കാർബൺ ആറ്റം വരണം. ആൽഡിഹൈഡ് ആണെങ്കിൽ ഒരു വാലൻസിയിൽ കാർബൺ ആറ്റവും
ഒരു വാലൻസിയിൽ ഹൈഡ്രജന് മതിയായിരുന്നു. കീറ്റോൺസ് ആണെങ്കിൽ 2 വാലൻസിയിലും എന്തെന്നെ വരണം, 2 വാലൻസിയിലും കാർബൺ ആറ്റംസ് തന്നെ വരണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മെമ്പർ കീറ്റോൺ എഴുതുമ്പോൾ തന്നെ എത്ര കാർബൺ ആറ്റംസ് അതിലുണ്ടായിരിക്കും? CO എന്ന് പറയുന്ന കാർബണൈൽ ഗ്രൂപ്പിലത്തെ ഒരു കാർബൺ, CH3 എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള 2. നല്ല ഏറ്റവും ചെറിയ ആൽക്കൈൽ ഗ്രൂപ്പ് CH3 ഗ്രൂപ്പ് അല്ലേ. അപ്പോൾ CH3 എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള 2 കാർബൺ, 2 ഗ്രൂപ്പുകൾ വരുമ്പോൾ 3 കാർബൺ ആറ്റമുള്ള ഒരു കീറ്റോൺ ആണ് ഇത്. സിംപ്ലസ്റ്റ് വൺ, ഏറ്റവും സിമ്പിളായ ഫസ്റ്റ് മെമ്പറായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുക. രണ്ടാമതായിട്ട് CH3ക്ക് പകരം C2H5 ആവാം, അല്ലെങ്കിൽ C6H5 ആവാം, അല്ലെങ്കിൽ CH2 എന്ന് പറയുന്ന പ്രൊപ്പൈൽ ഗ്രൂപ്പ് ആവാം. 2 ഭാഗത്തും പ്രൊപ്പൈൽ ഗ്രൂപ്പ് വരാം, എങ്ങനെയും വരാം. എങ്ങനെ ബോണ്ടിങ് വന്നാലും ഈ കാർബണിൽ നിന്ന് 2 വാലൻസിയിലേക്കും എന്ത് വരണം? 2 കാർബൺ ആറ്റംസ് വരണം. ക്ലിയർ ആയോ? അപ്പോൾ ആൽഡിഹൈഡും കീറ്റോൺസും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ആൽഡിഹൈഡ്സിലും കീറ്റോൺസിലുമുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരെന്താണ്? കാർബണൈൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു. ഓക്കെ, കാർബണൈൽ ഗ്രൂപ്പുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഞാൻ കാർബോക്സിലിക് ആസിഡിനെ തൽക്കാലം അവിടെ മാറ്റി വയ്ക്കുകയാണ്. ഇതിന് രണ്ടിനെ കുറിച്ച് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാണ്. കാർബണൈൽ ഗ്രൂപ്പുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെയാണ് കാർബണൈൽ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. കാർബണൈൽ ഗ്രൂപ്പുള്ള ആ കാർബണൈൽ കോമ്പൗണ്ട്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 2 കാറ്റഗറിയാണ് ആൽഡിഹൈഡ്സും കീറ്റോൺസും. അതിൽ ആൽഡിഹൈഡ്സിൻ്റെ പ്രത്യേകത CO എന്ന് പറയുന്ന കാർബണൈൽ ഗ്രൂപ്പ് കഴിഞ്ഞാൽ വരുന്ന 2 വാലൻസികളിൽ ഒരു വാലൻസിയിൽ ഹൈഡ്രജനും ഒരു വാലൻസിയിൽ കാർബണുമാണ്. അതേസമയം കീറ്റോൺസിൽ 2 വാലൻസിയിലും എന്ത് വരുന്നു? 2 വാലൻസിയിലും 2 കാർബൺ ആറ്റംസ് ആണ് വരുന്നത്. ക്ലിയർ ആയോ? ദെൻ വാട്ട് അബൌട്ട് ദ നോമെൻക്ലേച്ചർ? നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രാവശ്യം പഠിക്കാനില്ല, എന്നാലും നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സുകൾ പഠിക്കുമ്പം നോമെൻക്ലേച്ചർ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. പേര് നമുക്ക് പറയാൻ അറിയണം അല്ലേ? എങ്ങനെയാണ് പറയുക എന്നുള്ള ഏറ്റവും കോമണായ ഏറ്റവും സിമ്പിളായ 2-3 ആൽഡിഹൈഡ്സിൻ്റെ നെയിം മാത്രം ഞാനിവിടെ ഒബ്സർവ് ചെയ്യാണ്. അതിൽ ഫസ്റ്റ് മെമ്പർ HCHO എന്ന് പറയുന്നതിൻ്റെ പേര് ഫോർമാൽഡിഹൈഡ് എന്നാണ് അല്ലേ? ഫോർമാൽഡിഹൈഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫോർമാലിൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഫോർമാലിനാണ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ബയോളജിക്കൽ സ്പെസിമെൻസിൻ്റെ പ്രിസർവേഷനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫോർമാൽഡിഹൈഡ് അതിൻ്റെ ആൽഡിഹൈഡിക് ഫോമാണ് അല്ലേ? ഫോർമാലിൻ എന്ന് പറയുമ്പോൾ ഫോമിക് ആസിഡ് എന്നൊക്കെ കൺവേർഷനാണ്. അപ്പോൾ HCHO എന്ന് പറയുന്ന ഫോർമാൽഡിഹൈഡ്, ഈ ഫോർമാൽഡിഹൈഡിൻ്റെ IUPAC നെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർമാൽഡിഹൈഡിൽ ഒരു കാർബൺ ആറ്റമാണുള്ളത്. ഒരു കാർബൺ ആറ്റമുള്ള ആൽക്കൈൽ ഗ്രൂപ്പിന് പറയുന്ന പേരെന്തായിരുന്നു? മീഥെയിൻ ആണ്. ആ മീഥെയിൻ എന്നുള്ളതിൻ്റെ കണ്ട് ഒഴിവാക്കിയിട്ട് പകരം AL എന്ന് പറയുന്ന ആൽ എന്ന് റെപ്രസെൻ്റ് ചെയ്താൽ HCHO എന്ന് പറയുന്നത് മെത്തനാൽ എന്നുള്ള പേരിൽ വന്നു. ശരിയല്ലേ? ഒരു കാർബൺ ആറ്റമുള്ള ഒരു ഹൈഡ്രോ കാർബൺ ആൽക്കൈൽ ഗ്രൂപ്പ് ആണ് നമ്മുടെ മീഥെയിൻ അല്ലേ? ആ മീഥെയിൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ അതൊരു ആൽഡിഹൈഡായിട്ട് മാറിയപ്പോൾ അതിൽ മാറ്റി നമ്മൾ എന്ത് കൊടുത്തു? AL എന്ന് കൊടുത്തപ്പോൾ അത് മെത്തനാൽ എന്നായിട്ട് മാറി. 2 കാർബൺ ആറ്റമുള്ള CH3CHO അസെറ്റാൽഡിഹൈഡ് എന്നാണ് കോമൺ നെയിം. ഈ അസെറ്റാൽഡിഹൈഡ് എന്ന കോമൺ നെയിമിൽ ഇറ്റ് ഈസ് നെയിംഡ് ആസ് എഥനാൽ എന്ന് നമുക്ക് വിളിക്കാം. 2 കാർബൺ ആറ്റമുള്ള ഈഥേനാണ്, അപ്പോൾ അതിൻ്റെ പേരെന്തായി മാറി? എഥനാലായിട്ട് മാറി. C6H5CHO എന്ന് പറയുന്നത് കോമൺ നെയിമിനെ IUPAC അക്സെപ്റ്റ് ചെയ്തു. ബെൻസീൻ റിങ്ങിൽ ഒരു ആൽഡിഹൈഡിക് ഗ്രൂപ്പ് വരികയാണ്. Therefore it is ബെൻസാൽഡിഹൈഡ്. ബെൻസീൻ ഗ്രൂപ്പിൽ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് വരുന്നതിന് അതിൻ്റെ പേരെന്തായി മാറി? ബെൻസാൽഡിഹൈഡ്. IUPAC ഈ പേര് തന്നെയാണ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ആൽഡിഹൈഡ്സ് വരെ. ഇതേപോലെ 3 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ അത് പ്രൊപ്പനാലാവും, 4 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ ബ്യൂട്ടനാലാവും. എപ്പോഴും CHO എന്ന് പറയുന്ന ഗ്രൂപ്പ് ഒരു ടെർമിനൽ ഗ്രൂപ്പായിട്ട് ഒരു എൻഡ് പൊസിഷനിലാണ് എപ്പോഴും വരുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഇനി അതിനനുസരിച്ച് ബാക്കിയുള്ള റൂളുകളൊക്കെ ബ്രാഞ്ചസ് വന്നാലൊക്കെ നമ്മൾ എങ്ങനെയാണോ നോമെൻക്ലേച്ചറിൻ്റെ റൂളുകൾ ഒബേ ചെയ്യുന്നത് അതേപോലെ നമുക്കതിൽ നോക്കാം. Then what about ketones?
കീറ്റോൺസിനെ കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ പേര് നിങ്ങൾ നോക്കൂ. കീറ്റോൺസ് ഞാൻ പറഞ്ഞു ഫസ്റ്റ് മെമ്പറിൽ തന്നെ എത്ര കാർബൺ ആറ്റംസ് വരണം? 3 കാർബൺ ആറ്റം മിനിമം ഉണ്ടെങ്കിൽ ഒരു കീറ്റോൺ ആയി മാറുള്ളൂ. കാരണം CO എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പും പിന്നെയുള്ള 2 വാലൻസികളിൽ 2 കാർബൺ ആറ്റംസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ CH3CO CH3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അസറ്റോൺ എന്നാണ് കോമൺ നെയിം. ഈ അസറ്റോൺ എന്ന് പറയുന്ന കോമൺ നെയിം ഉള്ളതിന് 3 കാർബൺ ആറ്റമുള്ള പ്രൊപ്പെയിൻ നമുക്ക് ഓർക്കാം. 3 കാർബൺ ആറ്റമുള്ള പ്രൊപ്പെയിൻ എന്ന് പറയുന്ന ആൽക്കീനിൽ ഈ മാറ്റിയിട്ട് അവിടെ ONE എന്ന് കൊടുത്താൽ പേരെന്തായിട്ട് മാറി? പ്രൊപ്പനോൺ എന്നായിട്ട് മാറി. മനസ്സിലായോ? അപ്പോൾ പ്രൊപ്പനോൺ ഓൺ എന്നുള്ള പേരാണ് എന്തിനു വരുന്നത്? കീറ്റോണിന് വരുന്നത്. ഇത് നോക്കൂ നിങ്ങൾ, CH3CO CH2 CH3 എത്ര കാർബൺ ആറ്റം ഉണ്ട്? 4 കാർബൺ ആറ്റം ഉണ്ട്. ബ്യൂട്ടനോൺ എന്ന് പറഞ്ഞാൽ മതി. ഏത് ഭാഗത്തുനിന്ന് കൊടുത്താലും CO ഗ്രൂപ്പിന് ലോവസ്റ്റ് നമ്പർ കിട്ടണമെങ്കിൽ ഇവിടുന്ന് കൊടുത്താലും 2 തന്നെ വരുള്ളൂ. ഇപ്പം ബ്യൂട്ടൻ 2 ഓൺ എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, ബ്യൂട്ടനോൺ എന്ന് തന്നെ കൊടുത്താൽ മതി. അടുത്ത മെമ്പർ 2 മെമ്പേഴ്സിനെ നോക്കിയേ നിങ്ങൾ, CH3CH2 CO CH2 CH3 അതുതന്നെയാണ് ഇവിടെ CH3CO CH2 CH2 CH3 5 കാർബൺ ആറ്റംസ് ഉണ്ട്. 5 കാർബൺ ആറ്റംസും ഒരു കീറ്റോ ഗ്രൂപ്പാണുള്ളത് അല്ലേ? 5 കാർബൺ ആറ്റം ഒരു കീറ്റോ ഗ്രൂപ്പും ഉണ്ട്. CO ഗ്രൂപ്പിന്റെ പൊസിഷൻ നോക്കിയാൽ 1 2 3. ഇവിടെ CO ഗ്രൂപ്പിന്റെ പൊസിഷൻ നോക്കിയാൽ 1 2. അപ്പോൾ ആദ്യത്തെ കോമ്പൗണ്ട് പെൻറ്റൻ 5 കാർബൺ ആറ്റം ഉള്ളത് പെൻറ്റാണ്. പെൻറ്റൻ 3 ഓൺ മൂന്നാമത്തെ പൊസിഷനിലാണ് കീറ്റോ ഗ്രൂപ്പ്. അപ്പോൾ പെൻറ്റൻ 3 ഓൺ. അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ പെൻറ്റൻ 2 ഓൺ രണ്ടാമത്തെ പൊസിഷനിലാണ് CO ഗ്രൂപ്പ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് കീറ്റോൺസിന് നെയിം ചെയ്യാം. അതിൽ തന്നെ ഒരു ആരോമാറ്റിക് കോമ്പൗണ്ട് ഞാൻ CO ഗ്രൂപ്പിന് താഴേക്ക് എഴുതിയെന്നേ ഉള്ളൂ, C6H5CO CH3. ഇതിന് കോമൺ നെയിമും IUPAC നെയിമും സെയിം ആണ്. ഇതിൻ്റെ അസറ്റോഫിനോൺ എന്ത് വിളിക്കാം? അസറ്റോഫിനോൺ. എങ്ങനെ നോക്കിയാൽ പേര് കിട്ടുന്ന CH3COOH ആണെങ്കിൽ അത് അസറ്റിക് ആസിഡാണ്. അസറ്റിക് ആസിഡിൽ OH ഗ്രൂപ്പ് പോയിട്ട് അവിടെ ഒരു ഫിനൈൽ ഗ്രൂപ്പ് വന്നപ്പോൾ പേരെന്തായി മാറി? അസറ്റോഫിനോൺ എന്ന് നെയിമായി മാറി. അപ്പം ഇങ്ങനെയാണ് ആൽഡിഹൈഡ്സിൻ്റെയും കീറ്റോൺസിൻ്റെയും നെയിമിങ്. നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പ്രശ്നം നെയിമിങ് പഠിക്കാനില്ല. എന്നാലും ആൽ എന്ന് പറയുന്നത് ആൽഡിഹൈഡ് ആണെന്നും ONE എന്ന് പറയുമ്പം കീറ്റോൺ ആണെന്നും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. എന്താണ് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്? ആൽഡിഹൈഡ്സിൻ്റെയും കീറ്റോൺസിൻ്റെയും പ്രിപ്പറേഷൻ നോക്കൂ. നമ്മളിങ്ങനെ ഓർക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് പ്രിപ്പറേഷൻസ് നിങ്ങൾ പഠിക്കും. അപ്പോൾ നമ്മളൊരു ഒരു ഓർഡറിൽ അതിങ്ങനെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ആൽക്കഹോൾസിനെ ഓക്സിഡൈസ് ചെയ്താൽ ആൽഡിഹൈഡായിട്ട് മാറും. ആൽഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്താൽ ആസിഡായിട്ട് മാറും. ശരിയല്ലേ? അപ്പോൾ ഒരു റേഞ്ച് ഒരു റോ നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്താൽ ആൽക്കഹോൾ, ആൽഡിഹൈഡ്, ആസിഡ് അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും. തിരിച്ചിങ്ങോട്ടാണെങ്കിൽ എന്തായിരിക്കും? ആസിഡിന് റിഡക്ഷൻ നടത്തിയാൽ ആൽഡിഹൈഡായിട്ട് മാറും, ആൽഡിഹൈഡിന് റിഡക്ഷൻ നടത്തിയാൽ ആൽക്കഹോളായിട്ട് മാറും അല്ലേ? അതും നമ്മൾ ഓർക്കണം. നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സിലും ആൽക്കഹോളിൻ്റെ ചാപ്റ്റർ പഠിക്കുന്നുണ്ട്, ആൽഡിഹൈഡ്സ് ചാപ്റ്റർ പഠിക്കുന്നുണ്ട്, കീറ്റോൺസ് പഠിക്കുന്നുണ്ട്, ഈതർ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം കൺവേർഷൻസും ഓക്സിഡേഷനും റിഡക്ഷനും ഒക്കെ നടത്തിയാൽ ഏത് പ്രൊഡക്റ്റ് ആവും ഒരു ജനറൽ അവയർനെസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് ഈസി ആയിട്ട് പ്രിപ്പറേഷൻസ് ഒക്കെ പഠിക്കാൻ സാധിക്കും. അപ്പം ഞാൻ ആ പറഞ്ഞത് ഓർത്തുകൊണ്ട് നിങ്ങളൊന്ന് പറയൂ, ആൽക്കഹോൾസിൽ നിന്നും എങ്ങനെയൊക്കെ ഉണ്ടാക്കാന്നുള്ള 2 മെത്തേഡാണ് ആദ്യം പഠിക്കുന്നത്. എന്താണ് പറഞ്ഞത്? ആൽക്കഹോൾസിൽ നിന്ന് എങ്ങനെ നമുക്ക് ആൽഡിഹൈഡ്സും കീറ്റോൺസും പ്രിപ്പയർ ചെയ്യാം. ആദ്യം നമ്മൾ പറയുന്ന 2 മെത്തേഡ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ആൽഡിഹൈഡ്സും പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കാം, കീറ്റോൺസ് പ്രിപ്പയർ ചെയ്യാനും യൂസ് ചെയ്യാം ഈ മെത്തേഡ്. ഓക്കെ, അതിലെങ്ങനെയാണ് പറഞ്ഞത്? ഫ്രം ആൽക്കഹോൾസ്. ആൽക്കഹോൾസിൽ നിന്ന് എങ്ങനെ പ്രിപ്പയർ ചെയ്യും? ആൽക്കഹോൾസിനെ ഓക്സിഡേഷൻ നടത്തുക. ഓക്സിഡേഷൻ നടത്താൻ എന്താണ് ആവശ്യമുള്ളത്? ഓക്സിഡൈസിങ് ഏജൻസ് ആണ് ആവശ്യമുള്ളത് അല്ലേ? ഓക്സിഡൈസിങ് ഏജൻസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് ചോദിച്ചാൽ എന്തൊക്കെയാണ് ഓക്സിഡൈസിങ് ഏജൻസ് എക്സാമ്പിൾ?
K2Cr2O7 പൊട്ടാസ്യം ഡൈക്രോമേറ്റ് അല്ലെങ്കിൽ H2SO4 or K2Cr2O7 and H2SO4 അങ്ങനെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ KMnO4 KOH ഇതൊക്കെ നമുക്ക് ഓക്സിഡൈസിങ് ഏജൻറ്റുകളായിട്ട് യൂസ് ചെയ്യാം. ഈ ഓക്സിഡൈസിങ് ഏജൻസിൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ഈ ഓക്സിഡൈസിങ് ഏജന്റ് റിലീസ് ചെയ്യുന്ന നേസൻറ്റ് ഓക്സിജനാണ് ഈ ഓക്സിഡേഷൻ റിയാക്ഷനെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടല്ലേ ഓക്സിഡൈസിങ് ഏജൻറ്റുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ K2Cr2O7 എന്ന് പറയുന്ന ഓക്സിഡൈസിങ് ഏജൻറ്റ്, അതിൻ്റെ ഒരു ബാറിട്ട് H2SO4 എന്നും കൂടി എഴുതാവുന്നതാണ്. K2Cr2O7 എന്ന് പറയുന്ന ഈ ഓക്സിഡൈസിങ് ഏജൻറ്റിൻ്റെ പ്രസൻസിൽ പ്രൈമറി ആൾക്കഹോൾസ് RCH2OH എന്ന് പറയുന്ന പ്രൈമറി ആൾക്കഹോൾ എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് അവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് വന്നു. അതാണ് നമ്മൾ ഈ പ്രൈമറി ആൾക്കഹോളായിട്ട് ഒബ്സർവ് ചെയ്തത്. ഈ പ്രൈമറി ആൾക്കഹോൾ ഓക്സിഡൈസ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു നോക്കൂ, RCHO എന്ന് പറയുന്ന ആൽഡിഹൈഡായിട്ട് മാറി. RCHO പ്ലസ് H2O ഇതേപോലെ സെക്കൻഡറി ആൾക്കഹോൾസ് ആണെങ്കിൽ നോക്കൂ, RRCHOH രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പുകൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലേ, RRCHOH. അപ്പോൾ ഇതെന്തായി, ഇത് സെക്കൻഡറി ആൾക്കഹോളാണ്. സെക്കൻഡറി ആൾക്കഹോൾസ് അണ്ടർഗോ ഓക്സിഡേഷൻ. സെക്കൻഡറി ആൾക്കഹോൾസ് ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ ഇതേ ഓക്സിഡൈസിങ് ഏജൻറ്റിൻ്റെ പ്രസൻസിൽ സെക്കൻഡറി ആൾക്കഹോൾസ് ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറി, RRCO പ്ലസ് H2O. അപ്പോൾ അവിടെ കീറ്റോൺസ് കിട്ടി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, പ്രൈമറി ആൾക്കഹോൾസ് അണ്ടർഗോ ഓക്സിഡേഷൻ ഇൻ പ്രസൻസ് ഓഫ് K2Cr2O7 and H2SO4 ആൽഡിഹൈഡ്സ് ആർ ഫോംഡ്. ആൽഡിഹൈഡ്സ് ആയിട്ട് മാറും. സെക്കൻഡറി ആൾക്കഹോൾസ് അണ്ടർഗോ ഓക്സിഡേഷൻ, ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു കീറ്റോൺസ് ആയിട്ട് മാറും. പിന്നെ ഇവിടെയുള്ളൊരു പ്രത്യേകത, ഈ സ്ട്രോങ് ആയ ഓക്സിഡൈസിങ് ഏജൻ്റായ K2Cr2O7ൻ്റെ പ്രസൻസ് ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. CH3CH2OH എന്ന് പറയുന്നത് എന്തായിട്ടാണ് മാറുക, CH3CHO പ്ലസ് H2O. ഇങ്ങനെ ഒരു എക്സാമ്പിൾ എഴുതുമ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം, റിയാക്റ്റൻറ്റിലും പ്രൊഡക്റ്റിലുമുള്ള കാർബൺ ആറ്റങ്ങൾ സെയിം ഓർ ഡിഫറെൻ്റ് എന്ന്. നമ്മൾ പല റിയാക്ഷൻസും ഇങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പം ചിലപ്പോൾ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്യുന്നതായിട്ടും ചില പർട്ടിക്കുലർ കേസിൽ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം ഡിക്രീസ് ചെയ്യുന്നതൊക്കെ ആയിട്ട് കാണാം. നോർമൽ കേസസിലൊക്കെ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആയിരിക്കും. അപ്പോൾ ഡിഫറൻസ് ഉള്ളതൊക്കെ നമ്മൾ ആ സെക്ഷൻ എത്തുമ്പോൾ പറയും. ഇവിടെ നോക്കൂ, CH3CH2OH രണ്ട് കാർബൺ ആറ്റമുള്ള എത്തനോളാണിത് അല്ലേ, രണ്ട് കാർബൺ ആറ്റമുള്ള ആൾക്കഹോളാണ്. ഈ രണ്ട് കാർബൺ ആറ്റമുള്ള ആൾക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കാർബൺ ആറ്റമുള്ള ആൽഡിഹൈഡായിട്ട് തന്നെ മാറുക, CH3CHO പ്ലസ് H2O അല്ലേ, രണ്ട് കാർബൺ ആറ്റമുള്ള ആൽഡിഹൈഡായിട്ട് തന്നെ മാറും. അപ്പോൾ ഈ രൂപത്തിൽ ആൽഡിഹൈഡ്സും കീറ്റോൺസും ആക്കി മാറ്റുമ്പോൾ ദ കാർബൺ ആറ്റംസ് ആർ നോ ചേഞ്ച് അല്ലേ, കാർബൺ ആറ്റംസിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഈസ് എ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ആ ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റിൻ്റെ പ്രസൻസിൽ ആൽഡിഹൈഡ്സിന് വീണ്ടും ഫെർദർ ഓക്സിഡേഷൻ നടക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ആൽഡിഹൈഡ്സ് വീണ്ടും ഓക്സിഡേഷൻ നടന്നാൽ എന്തായിട്ട് മാറും, ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യാതിരിക്കാൻ നമുക്കിവിടെ പ്രൊഡക്റ്റായിട്ട് ആൽഡിഹൈഡാണ് വേണ്ടതെങ്കിൽ റിയാക്ഷൻ മിക്ചറിൽ നിന്ന് ആൽഡിഹൈഡ് വേഗം നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ കുറേ സമയം ഇരിക്കുമ്പോഴേക്കും ആൽഡിഹൈഡ് എന്തായിട്ട് മാറും, ആൽഡിഹൈഡ് ഈസ് കൺവേർട്ടഡ് ടു കാർബോക്സിലിക് ആസിഡ്. അപ്പം അങ്ങനെ നമുക്ക് റിയാക്ഷൻ മിക്ചറിനത് ഈസിലി റിമൂവ് ചെയ്യണമെന്നും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ആൾക്കഹോൾസിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന ഫസ്റ്റ് മെത്തേഡ് ഞാൻ പറഞ്ഞു, ബൈ ഓക്സിഡേഷൻ. ഓക്സിഡേഷനിൽ കൂടെ നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും, നമുക്ക് ആൽഡിഹൈഡ്സും പ്രിപ്പയർ ചെയ്യാം, അതേപോലെ കീറ്റോൺസും പ്രിപ്പയർ ചെയ്യും. ആൽഡിഹൈഡ്സും പ്രിപ്പയർ ചെയ്യാം, അതേപോലെ കീറ്റോൺസും പ്രിപ്പയർ ചെയ്യും. ഇനി അതന്നെ രണ്ടാമത്തെ ഒരു മെത്തേഡ് നോക്കൂ, കറ്റാലിറ്റിക് ഡീഹൈഡ്രോജിനേഷൻ ഓഫ് ആൽക്കഹോൾ. വാട്ട് യു മെൻ ബൈ ഡീഹൈഡ്രോജിനേഷൻ?
ഹൈഡ്രോജനേഷൻ മീൻസ് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ അല്ലേ? അപ്പോൾ വാട്ട് യു മീൻ ബൈ ഡീഹൈഡ്രോജനേഷൻ? അപ്പം എന്തായിരിക്കും ഡീഹൈഡ്രോജനേഷൻ? ഇറ്റ് ഈസ് ദ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. ശരിയല്ലേ? റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. ഒരു ഹൈഡ്രജൻ ആറ്റം ഇവിടെ റിമൂവ് ചെയ്യും. റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്. പേരിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ കിട്ടും. റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്. ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഏതിൽ നിന്ന്? ആൽക്കഹോളിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റിമൂവ് ചെയ്താൽ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ്. ആൽഡിഹൈഡ്സ് ആയിട്ട് മാറും, അല്ലെങ്കിൽ കീറ്റോൺസ് ആയിട്ട് മാറും. നമ്മളെടുക്കുന്ന ആൽക്കഹോൾ ഏതാണോ ഡിപ്പെൻഡ് ചെയ്തിട്ട്. പ്രൈമറി ആൽക്കഹോളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് ആൽഡിഹൈഡായിട്ട് മാറും. സെക്കൻഡറി ആൽക്കഹോളാണ് എടുക്കുന്നതെങ്കിൽ അത് കീറ്റോൺ ആയിട്ട് മാറും. രണ്ടും നമ്മൾ കാറ്റലിറ്റിക് എന്ന് പറഞ്ഞാൽ ഹെവി മെറ്റൽസ് ആയ കോപ്പറിൻ്റെ പ്രസൻസിൽ റിയാക്ഷൻ നടത്താം. ഒരു 573 കെൽവിൻ ടെമ്പറേച്ചർ കൊടുക്കാം. RCHO എന്ന് പറയുന്ന ആൽക്കഹോളായിട്ട് മാറി. സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ RrCO എന്ന് പറയുന്ന കീറ്റോൺ ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ആൽക്കഹോൾസിൽ നിന്ന് പ്രിപ്പയർ ചെയ്യേണ്ട 2 മെത്തേഡുകൾ നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ് ഒന്നുകൂടെ പറയൂ. ഫസ്റ്റ് മെത്തേഡ് ഫ്രം ഓക്സിഡേഷൻ റിയാക്ഷൻ. ഓക്സിഡേഷൻ നടത്താം, അതിന് സ്യൂട്ടബിളായ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഉപയോഗിച്ചാൽ മതി. സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉള്ള ആൽഡിഹൈഡ്സും കീറ്റോൺസും കിട്ടുന്നുണ്ട്. അതേപോലെ സെക്കൻഡ് മെത്തേഡ് കറ്റാലിറ്റിക് ഡീഹൈഡ്രോജനേഷൻ റിയാക്ഷൻ ആണ്. ഹൈഡ്രജൻ റിമൂവ് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് എ സ്യൂട്ടബിൾ കാറ്റലിസ്റ്റ്. സ്യൂട്ടബിൾ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ഹൈഡ്രജൻ റിമൂവ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ആൽഡിഹൈഡ്സിനും കീറ്റോൺസിനുമായിട്ട് സ്പെസിഫൈ ചെയ്യുന്ന പെർട്ടിക്കുലർ മെത്തേഡുകൾ. ആദ്യത്തെ ഈ പറഞ്ഞ മെത്തേഡ് ആൽക്കഹോൾസിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡ് ഇറ്റ് ഈസ് അപ്ലൈഡ് ടു ബോത്ത് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ആൽഡിഹൈഡ്സിന് യൂസ് ചെയ്യാം, കീറ്റോൺസിനും യൂസ് ചെയ്യാം അല്ലേ? ആൽഡിഹൈഡ്സിനും കീറ്റോൺസിനും യൂസ് ചെയ്യാവുന്ന റിയാക്ഷൻസ്. ഇനി പറയുന്നത് ആൽഡിഹൈഡ്സിന് മാത്രം യൂസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു 3 റിയാക്ഷൻസാണ്. ആൽഡിഹൈഡ് മാത്രം പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന റിയാക്ഷൻസ്. അതിൽ ഫസ്റ്റ് വൺ ഫ്രം ആസിഡ് ക്ലോറൈഡ് ഓർ അസൈൽ ക്ലോറൈഡ്. ആസിഡ് ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആസിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ഞാൻ ഒരു ആസിഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്. CH3COOH അസറ്റിക് ആസിഡാണ് അല്ലേ? ഈ അസറ്റിക് ആസിഡിൽ OHനെ മാറ്റിയിട്ട് ഒരു ക്ലോറിൻ അവിടെ കൊടുത്തു എന്ന് കരുതുന്നു. OH റിമൂവ് ചെയ്ത് അവിടെ ഒരു ക്ലോറിൻ കൊടുത്താൽ CH3COCl എന്ന് പറയുന്ന ആസിഡ് ക്ലോറൈഡായിട്ട് മാറും. CH3COCl എന്ന് പറയുന്ന ആസിഡ് ക്ലോറൈഡായിട്ട് മാറും. ഇങ്ങനെ ഒരു ആസിഡ് ക്ലോറൈഡിനെ മാറുന്ന ഈ ഒരു കോമ്പൗണ്ടിനെയാണ് ആസിഡ് ക്ലോറൈഡ്സ് അല്ലെങ്കിൽ അസൈൽ ക്ലോറൈഡ്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? ആസിഡിൻ്റെ ഡെറിവേറ്റീവ്സ് ആണ്. കാർബോക്സിലിക് ആസിഡിൻ്റെ ഡെറിവേറ്റീവ്സ്. കാർബോക്സിലിക് ആസിഡിൽ OH ഗ്രൂപ്പ് മാറ്റി പകരം അവിടെ ക്ലോറിൻ ഗ്രൂപ്പ് കൊടുത്തു. അപ്പോൾ അതെന്തായിട്ട് മാറി? ആസിഡ് ക്ലോറൈഡ്. ഈ ആസിഡ് ക്ലോറൈഡിന് റിഡക്ഷനാണ് നടത്തുന്നത്. റിഡക്ഷൻ നടത്താനാണ് നമ്മുടെ ഹൈഡ്രജൻ എന്ന് കാണിച്ചത്. ഹൈഡ്രജൻ്റെ പ്രസൻസിൽ റിഡക്ഷനും ഓക്സിജൻ്റെ പ്രസൻസിൽ ഓക്സിഡേഷനും. സ്യൂട്ടബിളായ ഒരു കാറ്റലിസ്റ്റ്, ഒരു പെർട്ടിക്കുലർ കാറ്റലിസ്റ്റ് ആണ്. പേര് പഠിച്ചോളൂ, പലേഡിയം ഓൺ ബേരിയം സൾഫേറ്റ്. പലേഡിയം ഓൺ ബേരിയം സൾഫേറ്റ്. ഈ പലേഡിയം ഓൺ ബേരിയം സൾഫേറ്റ് എന്ന് പറയുന്ന ഈ പെർട്ടിക്കുലർ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ആസിഡ് ക്ലോറൈഡ്സിന് റിഡക്ഷൻ നടന്നാൽ അതെന്തായിട്ട് മാറും? ആൽഡിഹൈഡായിട്ട് മാറും. ഈ 2 H ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇല്ലേ? അതിലൊരു H ഇങ്ങോട്ട് വന്നു, അപ്പോൾ അതൊരു ആൽഡിഹൈഡായിട്ട് മാറി. മറ്റേ HClമായിട്ട് മാറിയ HCl ആയിട്ട് മാറി. പറയുന്ന ക്ലിയർ ആവുന്നുണ്ടോ? ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് നെയിം റിയാക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു നെയിം റിയാക്ഷനാണ്. നിങ്ങൾ പഠിക്കുന്ന ഏറ്റവും ഈ സെക്ഷനിൽ പഠിക്കുന്ന ഫസ്റ്റ് നെയിം റിയാക്ഷനാണ്. പേര് മറക്കരുത്, റോസൻമണ്ട് റിഡക്ഷൻ. എന്താണ്? റോസൻമണ്ട് റിഡക്ഷൻ എന്ന് പറഞ്ഞ നെയിം റിയാക്ഷനാണ്. അപ്പോൾ വാട്ട് യു മെൻ ബൈ റോസൻമണ്ട് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ അല്ലെങ്കിൽ 3 കാര്യങ്ങൾ ഓർക്കുക. ഒന്ന്, കാറ്റലിസ്റ്റിൻ്റെ പേര് പലേഡിയം ഓൺ ബേരിയം സൾഫേറ്റ്.
പിന്നെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ദാറ്റ് ഈസ് ആസിഡ് ക്ലോറൈഡ് ആൻഡ് ദ പ്രോഡക്റ്റ് ഈസ് ആൻ ആൽഡിഹൈഡ്. ഈ മൂന്ന് കാര്യങ്ങളും മനസ്സിൽ വേണം. റിയേജൻ്റ് ഏതാണോ, റിയാക്റ്റൻ്റ് ഏതാണ്, പ്രൊഡക്റ്റ് ഏതാണെന്ന് നമുക്ക് ഓർത്തു വന്നു. ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം ഓൺ ബേരിയം സൾഫേറ്റ് ആൻഡ് റിയാക്ഷൻ ഈസ് ദ റിഡക്ഷൻ റിയാക്ഷൻ. ക്ലിയർ ആയോ? ഒന്നും കൂടി ഞാൻ രണ്ടാമതൊരു എക്സാമ്പിളും കൂടി എഴുതിയിട്ടുണ്ട്. നോക്കൂ, ഒരു ആരോമാറ്റിക് കോമ്പൗണ്ട് എഴുതി. ആരോമാറ്റിക് കോമ്പൗണ്ട് C6H5COCl എന്ന് പറയുന്നൊരു ബെൻസോയിൽ ക്ലോറൈഡ് എഴുതി. ബെൻസോയിൽ ക്ലോറൈഡിനും ഇതേ റിയാക്ഷൻ കാണിച്ചു. 2 H ഇങ്ങനെ സെപ്പറേറ്റ് ആയി കാണിച്ചതാണ്. ഈ എച്ചും ഈ സിഎല്ലും തമ്മിൽ ചേർന്ന് HCl റിമൂവ് ചെയ്തു. ഈ വാലൻസിയിലേക്ക് H പോയി. അപ്പോൾ അവിടെ ബെൻസാൾഡിഹൈഡ് പ്രൊഡക്റ്റ് കിട്ടി. ക്ലിയർ ആയോ? അപ്പോൾ റോസൻമൺ റിഡക്ഷൻ മറക്കരുത്. ആസിഡ് ക്ലോറൈഡ്സിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. റിഡക്ഷൻ റിയാക്ഷൻ ആണ്. ഇൻ പ്രസൻസ് ഓഫ് ദ കാറ്റലിസ്റ്റ് പലേഡിയം ഓൺ ബേരിയം സൾഫേറ്റ്. രണ്ടാമത്തത് വേറൊരു നെയിം റിയാക്ഷൻ ആണ്. പേര് വേണമെങ്കിൽ ആദ്യം തന്നെ ഓർത്തോളൂ. ദാറ്റ് ഈസ് ഇറ്റാർഡ്സ് റിയാക്ഷൻ. എന്താണ് പേര്? ഇറ്റാർഡ്സ് റിയാക്ഷൻ എന്നാണ്. റിയാക്ഷൻ എങ്ങനെയാണ്? ക്രോമൈൽ ക്ലോറൈഡ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത് റിയേജന്റ്. ക്രോമൈൽ ക്ലോറൈഡ് എങ്ങനെ എഴുതാം? CrO2Cl2. CrO2Cl2. അപ്പോൾ എങ്ങനെയാണ് റിയാക്ഷൻ പറയാന്ന് വെച്ചാൽ ഇൻ വേർഡ്സിൽ ഞാനൊന്ന് പറയാണ്. നിങ്ങൾക്ക് എഴുതിയെടുക്കണമെങ്കിൽ ഇതൊക്കെ എഴുതിയെടുത്തോളൂ. ബെൻസീൻ ഓർ ഇറ്റ്സ് ഡെറിവേറ്റീവ്സ് ആണ്. അപ്പോൾ ടോളുവീൻ അല്ലേ? ഹൈഡ്രോ കാർബൺസിൽ മീഥൈൽ ഹൈഡ്രോ കാർബൺസ് അല്ലെങ്കിൽ ആരോമാറ്റിക് മീഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയ കോമ്പൗണ്ട്, അതാണ് മീഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയ മീഥൈൽ ബെൻസീൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ടോളുവീൻ എന്ന് പറയുന്നത്. ടോളുവീൻ വെൻ ട്രീറ്റഡ് വിത്ത് ക്രോമൈൽ ക്ലോറൈഡ്, ക്രോമൈൽ ക്ലോറൈഡുമായി ട്രീറ്റ് ചെയ്യാണ്. ക്രോമൈൽ ക്ലോറൈഡുമായുള്ള റിയാക്ഷൻ നമ്മൾ എഴുതുമ്പോൾ ആദ്യം ഒരു CS2മായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ ഹൈഡ്രോളൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ H3O+ഉമായിട്ടും. അപ്പോൾ ഇവിടെ ആദ്യം ഒരു ബൈ പ്രൊഡക്റ്റ് ഉണ്ടായതിന് ശേഷം അത് വീണ്ടും ഹൈഡ്രോളൈസ് ചെയ്യുമ്പോഴാണ് ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്. ഞാൻ രണ്ടും നിങ്ങൾക്ക് പഠിക്കാൻ സൗകര്യത്തിന് ഒന്ന് 1 എന്നും ഒന്ന് 2 എന്നും പറഞ്ഞിങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. അങ്ങനെ പഠിച്ചാൽ മതി. കാരണം ഓരോന്നും അതിന് ഇൻ്റർമീഡിയറ്റ് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് കൊണ്ട് ആ ഇൻ്റർമീഡിയറ്റ് നമുക്ക് പഠിക്കേണ്ട. എന്തുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്രോമൈൽ ക്ലോറൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യാം. ക്രോമൈൽ ക്ലോറൈഡുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ക്രോമൈൽ ക്ലോറൈഡുമായി ട്രീറ്റ് ചെയ്യുമ്പം എന്തായിട്ട് മാറി? CH3 ഗ്രൂപ്പ് ഈസ് കൺവേർട്ടഡ് ടു CHO. CHO എന്ന് പറയുന്ന നമ്മുടെ ബെൻസാൾഡിഹൈഡായിട്ട് മാറി. ശരിയല്ലേ? ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ഇറ്റാർഡ്സ് റിയാക്ഷൻ. റിയാക്ഷൻ്റെ പേരെന്താണ്? ഇറ്റാർഡ്സ് റിയാക്ഷൻ. അപ്പോൾ ഇറ്റാർഡ്സ് റിയാക്ഷനിൽ ഇവിടെ എന്തായിരിക്കണം റിയേജന്റ്? ഒരു മിഥൈൽ ഗ്രൂപ്പുള്ള ഒരു ആരോമാറ്റിക് കോമ്പൗണ്ട് അല്ലേ? ആരോമാറ്റിക് ആണ്. ബെൻസീൻ ഡെറിവേറ്റീവ് ആണ് വേണ്ടത്. ടോളുവീൻ ആണ് നമ്മളിവിടെ എടുത്തത്. ടോളുവീനെ CrO2Cl2 എന്ന് പറയുന്ന ക്രോമൈൽ ക്ലോറൈഡുമായി ട്രീറ്റ് ചെയ്തു. അതിനെ ഹൈഡ്രോളൈസ് ചെയ്തിട്ട് നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് ആയ ബെൻസാൾഡിഹൈഡ് കിട്ടി. ദിസ് ഈസ് ഇറ്റാർഡ്സ് റിയാക്ഷൻ. മൂന്നാമത്തെ നെയിം റിയാക്ഷൻ കേൾക്കൂ. ദാറ്റ് ഈസ് ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ ദ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഈസ് ബെൻസീൻ. ഗട്ടർമാൻ കോച്ച് റിയാക്ഷനിൽ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്താണ്? ബെൻസീൻ ആണ്. ബെൻസീൻ വെൻ ട്രീറ്റഡ് വിത്ത്, ബെൻസീൻ എന്തൊക്കെയാണ് ട്രീറ്റ് ചെയ്യണം? കാർബൺ മോണോക്സൈഡ് ആൻഡ് HCl, ഹൈഡ്രജൻ ക്ലോറൈഡ് അല്ലേ? കാർബൺ മോണോക്സൈഡ് ആൻഡ് HCl ഇൻ പ്രസൻസ് ഓഫ് കുപ്രസ് ക്ലോറൈഡ് ഓർ AlCl3 എന്ന് പറയുന്നുണ്ട്. AlCl3ൻ്റെയോ കുപ്രസ് ക്ലോറൈഡിൻ്റെയോ പ്രസൻസും കൂടി അവിടെ ആവാം. നമുക്ക് വേണമെങ്കിൽ അതും കൂടി ഒന്ന് എഴുതി വയ്ക്കാം. AlCl3യുടെ പ്രസൻസ്, AlCl3 അല്ലെങ്കിൽ CuClൻ്റെ പ്രസൻസും കൂടി ഉണ്ടെങ്കിൽ ഇവിടെ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു ബെൻസാൾഡിഹൈഡ്. എന്തായിട്ട് മാറി? ബെൻസാൾഡിഹൈഡായിട്ട് മാറി. അപ്പോൾ അവിടെ ബെൻസീനിലാണ് സ്റ്റാർട്ട് ചെയ്തത്, സബ്സ്റ്റിറ്റ്യൂട്ടഡ് അല്ല. ഇവിടെ നമുക്ക് ബെൻസീൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണ്. ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ടോളുവീനിലാണ് സ്റ്റാർട്ട് ചെയ്തത്. 3 നെയിം റിയാക്ഷൻസ് ഏതൊക്കെയെന്ന് പറയൂ. ആദ്യത്തേത് റോസൻമൺ റിഡക്ഷൻ, രണ്ടാമത്തേത് ഇറ്റാർഡ്സ് റിയാക്ഷൻ, മൂന്നാമത്തേത് ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. റോസൻമൺ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പറയൂ? ആസിഡ് ക്ലോറൈഡ്സ് വെൻ ട്രീറ്റഡ് വിത്ത് ഹൈഡ്രജൻ അല്ലെങ്കിൽ ആസിഡ് ക്ലോറൈഡ്സ് അണ്ടർഗോ റിഡക്ഷൻ.
in presence of the catalyst palladium on barium sulfate. ശരിയല്ലേ? പലേഡിയം ഓൺ ബേരിയം സൾഫേറ്റ് എന്ന് പറയുന്ന കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ റിഡക്ഷൻ നടന്നാൽ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു ആൽഡിഹൈഡ്സ്. രണ്ടാമത്തത് ക്രോമൈൽ ക്ലോറൈഡിന്റെ പ്രസൻസിൽ റിയാക്ഷൻ നടക്കുകയാണ്. ദ പ്രൊഡക്റ്റ് ഈസ് ഹൈഡ്രോളൈസ്ഡ് ടു ഗീവ് ദ ഫൈനൽ പ്രൊഡക്റ്റ് ആൽഡിഹൈഡ്. ക്രോമൈൽ ക്ലോറൈഡ് റിയാക്ഷൻ നടക്കുന്ന ടൊളുവീനുമായിട്ടാണ്. മൂന്നാമത്തെ ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ബെൻസീൻ ആണ് മനസ്സിലോർക്കേണ്ടത്. ബെൻസീൻ ആണ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ. ബെൻസീൻ കാർബൺ മോണോക്സൈഡും HCl ട്രീറ്റ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് AlCl3 ഓർ CuCl. ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു ബെൻസാൽഡിഹൈഡ്. അപ്പോൾ ആൽഡിഹൈഡ്സ് സെപ്പറേറ്റ് ആയി പ്രിപ്പയർ ചെയ്യാനുള്ള 3 മെത്തേഡുകളാണ് നമ്മളവിടെ പറഞ്ഞത്. ഇനി പ്രിപ്പറേഷൻ ഓഫ് കീറ്റോൺസ്. കീറ്റോൺസ് പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡുകൾ. കീറ്റോൺസ് പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡുകൾ 2-3 മെത്തേഡുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരൊറ്റ മെത്തേഡ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് നെയിം റിയാക്ഷൻ. കഴിഞ്ഞ വർഷം നിങ്ങൾ കേട്ടതാണ്. ബെൻസീൻ പഠിച്ചപ്പോൾ പഠിച്ച പേരാണ്, എന്നാലും മറന്നിട്ടുണ്ടാവും. ഒന്നും കൂടെ കേട്ടോളൂ. ബെൻസീൻ വെൻ ട്രീറ്റഡ് വിത്ത്, ബെൻസീൻ എന്തുമായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? ആസിഡ് ക്ലോറൈഡ്, RCOCl എന്ന് പറഞ്ഞ ആസിഡ് ക്ലോറൈഡ് ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. ആസിഡ് ക്ലോറൈഡ് എന്താണെന്ന് നേരത്തെ പഠിച്ചു. റോസൽമൺ റിഡക്ഷൻ പഠിച്ചപ്പോൾ ആസിഡ് ക്ലോറൈഡ് പഠിച്ചു, RCOCl. ഈ ആസിഡ് ക്ലോറൈഡിന്റെ പ്രസൻസിൽ ആസിഡ് ക്ലോറൈഡുമായിട്ട് ബെൻസീൻ റിയാക്ഷൻ നടക്കുക. എന്തിൻ്റെ പ്രസൻസിലാണ്? അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസിൽ റിയാക്ഷൻ നടക്കുക. ദെൻ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു ആരോമാറ്റിക് കീറ്റോൺസ്. അല്ലേ? ഇവിടേക്ക് എന്ത് സംഭവിക്കും? ഇവിടെ നിന്നുള്ളൊരു ഹൈഡ്രജൻ റിമൂവ് ചെയ്യും. ഈ ഹൈഡ്രജനും Clഉം തമ്മിൽ ചേർന്ന് HCl ആയിട്ട് മാറും. അതിലേക്ക് CO ഗ്രൂപ്പ് വന്ന് കമ്പൈൻ ചെയ്തു. അപ്പോൾ COR എന്ന് പറഞ്ഞ ഇതിലേക്ക് വന്നു. Hഉം Clഉം തമ്മിൽ ചേർന്ന് HCl ഇവിടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് മാറി. And this is an important name reaction. It is known as Friedel-Crafts acylation reaction. എന്താണ്? Friedel-Crafts acylation reaction. ഒന്നും കൂടെ പറയൂ. Friedel-Crafts acylation reaction is used for the preparation of aromatic ketones. Aromatic ketones പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡാണ് സ്റ്റാർട്ടിങ് വിത്ത് ബെൻസീൻ. ബെൻസീനിൽ സ്റ്റാർട്ട് ചെയ്യണം. റിയേജൻ്റ് ഏതാണ്? ആസിഡ് ക്ലോറൈഡ് ആണ്. എന്തിൻ്റെ പ്രസൻസിലാണ്? അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിലാണ്. ആരോമാറ്റിക് കീറ്റോൺസ് ആർ ഫോം. ആരോമാറ്റിക് കീറ്റോൺസ് ആണ് ഫോം ചെയ്യുന്നത്. ഇപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് അതവിടെ തീരുകയാണ്. ആൽഡിഹൈഡ്സും കീറ്റോൺസും പ്രിപ്പയർ ചെയ്യാനുള്ള 2 മെത്തേഡുകളാണ്. 2 മെത്തേഡുകളും സ്റ്റാർട്ടിങ് ഫ്രം ആൽക്കഹോൾസ് ആണ്. ഒന്ന് ഓക്സിഡേഷനും ഒന്ന് കാറ്റാലിറ്റിക് ഡീഹൈഡ്രോജനേഷനും. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ആൽഡിഹൈഡ്സ് മാത്രം പ്രിപ്പയർ ചെയ്യാനുള്ള 3 നെയിം റിയാക്ഷൻസ്. ദാറ്റ് ഈസ് റോസൻമൺ റിഡക്ഷൻ, ഇറ്റാർഡ്സ് റിയാക്ഷൻ ആൻഡ് ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. അടുത്തത് ആരോമാറ്റിക് കീറ്റോൺസ് പ്രിപ്പയർ ചെയ്യാനുള്ള റിയാക്ഷൻ. ദാറ്റ് ഈസ് Friedel-Crafts acylation reaction. Okay.